Today we will start the Duster from 2.29 lakhs. 2.29? 29 lakhs. And the maximum that we will show is 3.5. ചലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് MVD ചലാനാണെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി പേ ചെയ്യാം. പിന്നെ അതിനകത്ത് അടയ്ക്കാത്ത കേസ് നേരെ വെർച്വൽ കോർട്ടിലേക്ക് പോകും. വെർച്വൽ കോർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യാം, പക്ഷേ അത് സൈറ്റിൽ അപ്ഡേറ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഈ വെർച്വൽ കോർട്ടിലും പേ ചെയ്യാത്ത കേസാണെങ്കിൽ സ്റ്റേറ്റ് കോർട്ടിലേക്ക് പോകും. ഈ സ്റ്റേറ്റ് കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അത് പേ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഡൽഹിയിലുള്ള വണ്ടി ചിലപ്പം ഹിമാചലിൽ പോയിട്ട് അവിടുന്ന് ഫൈൻ കിട്ടിയ കേസാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് കോടതിയിൽ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. NOC ചിലപ്പം എടുത്തേക്കാം, ചില സമയത്ത് ചിലപ്പം ഈ സ്റ്റേറ്റ് കോടതിയിലുള്ള വണ്ടിയാണെങ്കിലും NOC ചിലപ്പോൾ ഇഷ്യൂ ആവാറുണ്ട്. പക്ഷേ NOC ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ സാധനം പൊന്തി വരും. രജിസ്റ്റർ ചെയ്യാൻ എന്തായാലും കഴിയില്ല. പിന്നെ അത് ഫൈൻ അടയ്ക്കാനായിട്ട് കോടതിയിൽ പോകേണ്ടി വരും. ആരാണോ ആ ഒരു വയലേറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അയാൾ നേരിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. വെള്ളമടിച്ച് പിടിച്ച കേസ്, അങ്ങനെ വണ്ടി ഓടിച്ച കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ അയാളൊക്കെ തപ്പിപ്പിടിച്ച് അയാളൊക്കെ കൊണ്ടുപോയിട്ട് ഫീസ് അടച്ച് ക്ലിയർ ആക്കിയ കേസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഡോക്യുമെന്റ് വൈസ് ഒക്കെ വരാറുണ്ട്. Difference in purchasing from OLX or purchasing from a brand like HM Cars. The difference is, suppose you are purchasing the car from some owner. He will sign the papers and give it to you. He will not take the guarantee of papers. He will not take the responsibility of papers. And once you go back to Kerala after purchasing the car, if the NOC do not come, they will not pick up phone. They will not pick up phone. It is our complete responsibility to provide you the NOC and complete responsibility of the papers works as well. There is any FIR, any challan, anything on the car, we are responsible. We are a face here, which you can talk to at that price, 3,19,000. Depends on the quality of the car. Everything depends on the quality of the car. There are few people who listen to the price and start jumping after watching the video. No, brother, you don't have to jump. Depends on the quality of the car. You have to. ചെറിയ വണ്ടികൾ ഡൽഹിയിൽ നിന്ന് ചോദിച്ചിട്ട് കുറേ എൻക്വയറീസ് വരാറുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിലൊക്കെ കാണുന്നുണ്ടല്ലോ, ചെറിയ വണ്ടികളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ കാണിക്കുന്ന HM കാർസിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കുറേ ഡസ്റ്ററിൻ്റെ സ്റ്റോക്കുകൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുന്നത്തെ ആഴ്ചയിലൊക്കെ ആയിട്ട് ഇവിടുന്ന് തന്നെ ഏകദേശം ഒരു 6-7 വണ്ടികൾ നമ്മുടെ നാട്ടിലേക്ക്, ഡസ്റ്റർ വണ്ടികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അവിടെ വന്ന സമയത്ത് കുറച്ച് അധികം സ്റ്റോക്കുകളുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 14-15 വണ്ടികൾ ഇത്തവണ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലും അപ്പുറത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡൽഹി പശ്ചിം വിഹാർ വെസ്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഒരു HM കാഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയായിട്ടുള്ളത്. നല്ല എല്ലാ കളേഴ്സും ഉണ്ട്. കോഫി ബ്രൗണും വൈറ്റും സിൽവറും ബ്ലാക്കും ടറാനയും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ഡീസൻറ്റ് റേറ്റിലുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേപ്പർ വൈസ്, ഡോക്യുമെൻറ്റ് വൈസ് ഒന്നും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഈ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു അറിവ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെയുള്ള വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡൽഹി പശ്ചിം വിഹാറിലാണ് ഈ ഒരു HM കാഴ്സിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വാഹന ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് HM കാഴ്സിലെ വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു മുഖമുണ്ട്. ഹിമാൻഷു ബ്രോ. Hello sir. Hello Manu. Namaskaram viewers one more time, and thank you very much for giving so much love and respect again and again. Okay. Then what about new stocks? Same Duster and Terreno. Lot of Nissan Terrenos are here, lot of Dusters are here. As always we give guarantee. If any of our cars are found accidental or there is any problem in the engine, we are ready to give it as a gift on the spot as a free. That is the point. That is the point. As always, we take complete responsibility of engine and non-accidental. Engine, major accident and paperwork. Paperworks. These three our responsibility. Okay. You can trust us blindly. If someone if someone wants to book the car and wants to come after 3 or 4 days, and by any chance he do not likes the car, his booking amount is also refundable. We do not forfeit the booking amount. Okay. Our location is near Pashchim Vihar West Metro Station, New Delhi. ഓക്കെ. അപ്പം ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ, അതുപോലെ തന്നെ പേപ്പർ വൈസ് അതിലും ഒരു ഗ്യാരണ്ടി ഇവർ ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഞാനിതുവരെ കേട്ടിട്ടില്ല. വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ധാരാളം ആളുകൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടികൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇവർ കൂടുതലും ഡസ്റ്റർ, ടറാനോ ഇങ്ങനെയുള്ള വണ്ടികളാണ് ചെയ്യാറുള്ളത്. അതും ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ HM മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Then we can start. Yes, one more thing in this video I would like to add. Today we will start the Duster from 2.29 lakhs. 2.29 lakhs. And the maximum that we will show is 3.5 lakhs.
There is only one car that we have, which we will show in 3.99. Otherwise, all other cars are below 350. Below 3. Below 350. Okay, okay. അപ്പോൾ 2.29 2.29. 2,29,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡസ്റ്റർ ഇതാ HM കാർസ് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അതെല്ലാം കാണിക്കുന്നുണ്ട്. Then we can move. Yes. Yeah. First 2013 model. 13 model. All India NOC available. Kerala NOC available. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര. Everywhere available. NOC available. The car is in super good condition. I'll show you the engine as well. DL registration. Yes, DL All registration. vehicles are DL only. All the cars are DL അപ്പോൾ registration. അതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചെയ്യുന്ന വണ്ടികളൊക്കെ ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഡൽഹി വണ്ടികളാകുന്ന സമയത്ത് NOCക്ക് അധികം ഒരു ടെൻഷനും ഇല്ല, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ 2013 മോഡലിലുള്ള ഒരു ഡസ്റ്ററാണ്. ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. യെസ്, എൻജിൻ സ്റ്റാർട്ടും കൂടി ചെയ്തിട്ടുണ്ട്. Not only this, the engine is starting. Look at this. All the cars will be in super good condition. Our responsibility of engine will not be of average condition. അപ്പോൾ ഉള്ളിനകത്ത് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, എൻജിനൊക്കെ നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ബോഡി വൈസ് നോക്കുകയാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നൊരു പോളിഷ് ചെയ്യുക, അല്ലാതെ വേറെ പെയിൻറ്റ് ടച്ചപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഐ തിങ്ക് ടയേഴ്സ് ആർ ഓൾ more than 80. Yeah, more than 80. Look at the interior as well. 100% non-accidental car. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. RXL ആണ് വരുന്നത്. RXL plus with back wiper, with rear defogger, all power windows, everything. It is fully loaded car, inbuilt music system. Then kilometer? All the cars will be below 1 lakh. Maximum that we have is 85,000 kilometers today, and the minimum that we have is 45,000 kilometers. Okay. All the cars Then are. what about ownership? Single. This is second owner. Second owner. This is second owner. We don't have any car which is third owner. Most of the cars are first and second. Majorly first owner. Okay. 3 or 4 cars are second owner. Okay. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2013 മോഡൽ RXL പ്ലസിൽ വരുന്ന ഒരു ഡസ്റ്റർ ആണ്. Then Price is 2,29,000. The price that we are quoting in this video is our final price. And one more thing I would like to request, inform to the viewers, the other videos that you are watching or the other places that you are visiting in Delhi. If you are not getting at least 40 to 50,000 lesser price at our place, do not come. yes, okay. Do not visit us. I request you not to visit us if you are not getting at least 40 to 50,000 cheaper price. Do not visit us. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്രൈസ് കാര്യങ്ങളൊക്കെ തന്നെ. അതായത് 2.29 എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു റേറ്റിനകത്ത് കുറയില്ല. പക്ഷേ നിങ്ങൾക്ക് 2,29,000 രൂപയ്ക്ക് 2013 ഡസ്റ്റർ, അതും സെക്കൻഡ് ഓണർ വണ്ടി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി വേറെ എവിടെ നിന്നും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു വണ്ടി തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ വൈസ് ഒന്നും ചെയ്യാനില്ല, അത്രയും ക്വാളിറ്റിയാണ്. ടയേഴ്സൊക്കെ ഒരു 80% ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. നല്ല ക്വാളിറ്റി വണ്ടി. പിന്നെ എടുക്കാൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ കിലോമീറ്റർ നോക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോക്കകത്ത് ഞാനിപ്പോൾ ഈ ഒരു ഔട്ടർ ക്വാളിറ്റി അതുപോലെ തന്നെ എഞ്ചിൻ്റെ വർക്കിംഗ് കേട്ടു. ഫ്രണ്ടിൽ ആക്സിഡൻ്റ് ഒന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻറ്റീരിയറൊക്കെ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നല്ല റേറ്റ് കേട്ടോ, 2.29 ആണ് വരുന്ന റേറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സിൽവർ കളറിലുള്ള ഒരു ഡസ്റ്റർ അവിടെയുണ്ട്. ഇതൊരു അലോയ്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് കിഡിലിന് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 14 model. 2014 model. Alloys, if you focus on alloys, if you zoom on alloys. Excuse me, one thing I want to ask. What about the NOC? 2013 model? Available. All India NOC available. Our responsibility on a very minor cost. Okay. Then okay. Regarding this car, when we talk about alloys, if you focus on the alloys, it is X2 company's alloys. It is not a local alloy. X2 company. X2 company's alloys, which comes very expensive, at very high cost. 2014 model. Price depends on the quality of the car. Every viewer knows this. Depends on the quality of the car. This is converted to new shape from the front and from the back as well. Okay. From the front and from the back as well. Without any accident? Without any accident. I'll show you. I'll show you in this video on the if the car is accidental or not. There is no need to wait for the ഇതിന്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ പഴയ ഡസ്റ്റർ ഉണ്ടല്ലോ, മീൻസ് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ ഒക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. 14 മോഡലാണെങ്കിലും. Let's see how many self it takes to get started. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട്. വർക്കിംഗ് വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. So all the stickers are genuine. 100% non-accidental. Look from here. 100% non-accidental.
100% original. Look at this bonnet as well. Not even touched. ഓക്കെ, 100% original. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓയിലില് ചില വണ്ടികളൊക്കെ കാണാം ഡിപ്പ്, അത് തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ പുക കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഫ്രണ്ടിൽ കുറച്ച് കുറവാണ്, പുറകിലത്തെ ഒരു 50-60% ടയേഴ്സ് ഉണ്ട്. ബോഡി വൈസ് ആണെങ്കിലും വേറെ Please check if there is any smoke in the car or not. There is no smoke. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കവർ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ ഒരു സീറ്റ് കവർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തായാലും അതൊന്ന് മാറ്റേണ്ടി വരും. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഏതായാലും ഫ്രണ്ട് പുറകൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങൾ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ വണ്ടി പോയി നോക്കൂ, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ വരുന്ന സമയത്ത് തന്നെ മെക്കാനിക്കൽ പരമായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ദിസ് വൺ ഇസ് ഓൾസോ RXL. Sorry, this is RXE. RXE. അപ്പോൾ റിയർ വൈപ്പർ വരില്ല, കമ്പനി സ്റ്റീരിയോയും വരില്ല. പക്ഷെ അതിന് പകരം ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൈസ് 2,99,000. 2,99,000. 2014 model, converted to new shape with good alloy. With alloys. Okay. We have same thing, same 2014 model Terreno in below 270 also. Oh. Everything depends on the quality of the car. Of the vehicle. Alloys, the interior modified, shape. So everything depends on the quality of the vehicle. അപ്പോൾ ഇതാണ് അടുത്ത ഡസ്റ്റർ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വൺ മോർ വൈറ്റ് ഈസ് സർ. DL8 രജിസ്ട്രേഷനുള്ള വൈറ്റ് ആണ്. ഇത് RXL വരുന്നതാണ്. റിയർ വൈപ്പർ ഒക്കെ വരുന്നത് 2015 model. 15 മോഡൽ, 15 മോഡലിലെ വണ്ടി കിട്ടും. ഇത് കുറച്ചും കൂടി എൻജിനൊക്കെ സ്മൂത്ത്. എൻജിൻ ഭാഗം നോക്കണമെങ്കിൽ കണ്ടിട്ട് സ്മോക്ക് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ബോണറ്റ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്, ഉള്ളിലൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 15 model RXL. Extraordinary condition. Look at the interior of the car. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റീരിയർ കാണിച്ചു കൊടുക്ക്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, അടിപൊളി കണ്ടീഷൻ. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 15 മോഡലാണ്, കുറച്ചൊരു മോഡൽ കൂടിയ വണ്ടിയാണ്. അതായത് 13, 14, ഇനിയിപ്പോൾ 15ലേക്ക് വന്നു. Then ownership? This is first or second owner. I don't remember exactly, but take it as first or second. Okay, 15 മോഡലിലുള്ള ഒരു RXL വരുന്ന ഒരു ഡസ്റ്ററാണ്. All cars are 85. All cars are 85 PS. For 110 PS, you need to check our catalog. Okay. So this, as I promised to the viewers, I'll give it below 350. All the cars. This price will be at 3,39,000. 3,39,000. 2015 model. 15 മോഡലാട്ടോ, 3,39,000 രൂപ. എടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ വൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റീരിയർ വൈസും ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. Then next one Terrano. Nissan Terrano 85 PS. Okay. Top model XV with alloys, dual airbags, AC heater, power steering, everything. 2015 model. Non-accidental and super engine condition guaranteed. Okay. Price. Price. Tell me your best price. What is the best price that you have heard of 2015 model in the market? 15 model. What apart from HM cars, what is the best price you have heard? More than 350. Take it from HM cars, 2,99,000. 2,99,000. അപ്പോൾ 2,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2015 XV ആണ് വരുന്നത്. അത് ടോപ്പ് എൻഡ് മോഡലാണ്. നിസാൻ അലോയ്സ് വരെ വരുന്ന ഒരു വണ്ടിയാട്ടോ അത്. Terrano. This also 85 PS. 85 PS വരുന്നതാണ്. For this price, you need to show us the screenshot of this video of Manu. Otherwise, the price of this car is more than 350. And I think in the catalog price was different. Price is different. Okay. So for this, to get this price, you need to show off this screenshot that we have seen this particular video. Otherwise, we will not give this price. Okay. അപ്പോൾ പുള്ളിയുടെ ആ ഒരു കാറ്റലോഗിനകത്തൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണം നിങ്ങൾ എന്താ എൻക്വയറി ചെയ്യുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും ചോദിക്കുക. അത് പിന്നെ ഒരു
മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അത് പറഞ്ഞത്. ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റ് തന്നെ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ 2015 മോഡൽ നിസാൻ ടെറാനോ XV ആണ്, സെക്കൻഡ് ഓണർ ആണ്. 2,99,000 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ എഞ്ചിൻ റൂമും കൂടി ഒന്ന് കാണാം. മേജർ ആക്സിഡന്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഏതായാലും ഒന്ന് മനസ്സിലാക്കി എടുക്കാം. ഇമ്പോസിബിൾ, ആക്സിഡന്റ് ഈസ് ഇമ്പോസിബിൾ. വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും ഡൽഹി ഭാഗത്ത് ഓടുന്ന വണ്ടിയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. ആപ്രോൺ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് വരുന്നത്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് ആണെങ്കിലും ഒറിജിനൽ തന്നെയാണ് ബോണറ്റും വരുന്നത്. അപ്പോൾ ടെറാനോ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചെറിയൊരു 10,000 ഒരു 15,000 ഒക്കെ ഒന്ന് മുടക്കാനുണ്ടാവും. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ടച്ചപ്പ് പോളിഷ്, കുറച്ച് ടച്ചപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ട് നമ്മളെന്തായാലും ഒന്ന് ചിലവാക്കാനുണ്ടാവും. സർ, നെക്സ്റ്റ് 2014 model. One more Terrano. 2014 model. 14 മോഡലുള്ള വണ്ടി. ഇവിടെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടാണ്. കാരണം ഇത് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ടൊക്കെ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് കച്ചവടങ്ങൾ കാര്യങ്ങൾ. ഇവർക്ക് തന്നെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. പലപ്പോഴും റോഡിലൊക്കെയാണ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു 14 മോഡലുള്ള ഒരു ടെറാനോ ആണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ എന്ന് ഉദ്ദേശിക്കുന്നത് ആപ്രോണിലേക്ക് എത്തിയ വർക്ക് കാര്യങ്ങൾ. അപ്പോൾ ആപ്രോണിലൊക്കെ വർക്ക് എടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ മൈനറായിട്ടുള്ള ചിലപ്പം ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങൾ, ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതൊക്കെ പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. 14 മോഡൽ, ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. First or second, I don't remember exactly. First or second. First or second. Okay, that's enough. What is the best price of 2014 you have heard? More than XV. XV. This one also XV. More than 325. I'll give it at that price, 3,19,000. Depends on the quality of the car. Everything depends on the quality of the car. There are few people who listen to the price and start jumping after watching the video. No, brother, you don't have to jump. Depends on the quality of the car. You have to check. അപ്പം 3,19,000 ആണ്. അപ്പോൾ ഇത് കുറച്ചൊരു ക്വാളിറ്റി കൂടുതലുണ്ട്. അപ്പം എന്തായാലും 3,19,000 രൂപയ്ക്ക് 2014 XV ആണ്. XV 85 PS വരുന്ന നിസാൻ ടെറാനോ ആണ്. നമുക്കൊരു ഓൾറൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ, ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ഇതാ വേറെ ഐ തിങ്ക് ദിസ് വൺ ഇസ് XL. There is no difference in XL and XV. Okay. It's a XL optional. Oh, XL optional. There is no difference in XL optional and XV. What I have seen is the only major difference is of alloys. Airbags, everything is there in the car. This one also alloys. Okay. അപ്പോൾ അലോയ്സ് കാര്യങ്ങൾ, എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. വണ്ടി ബോഡി വൈസ് ആണെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ 3,19,000 ആണ് വരുന്ന റേറ്റ്. സൂപ്പർ കണ്ടീഷൻ. 14 മോഡലാണ്. സൂപ്പർ കണ്ടീഷൻ. 85 PS വരുന്ന നിസാൻ ടെറാനോ. ദെൻ നെക്സ്റ്റ് അടുത്തത് രണ്ട് നല്ല കിടിലും ഇതുവരെ കാണിക്കാത്ത കളേഴ്സ്. ഒരു കോഫി ബ്രൗണും പിന്നെ അതെന്താണ് കളറ്, ഒരു ചാണക പച്ച എന്നൊക്കെ പറയാം അങ്ങനെ. അപ്പോൾ ഇത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി തന്നെ. 2015 model. 2015 model. RXL Plus. RXL Plus. Look at the new engine. This is a new engine which came in 2015. Okay. 15 ന്യൂ എഞ്ചിനാണ് വരുന്നത്. How silent the engine is. Yes. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. മൈക്കിന് അടുത്ത് നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാട്ടോ. അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റും ഒറിജിനൽ തന്നെയാണ്. 15 മോഡലിൽ വരുന്ന വണ്ടി. Yes. Look at the interior of the car. How cool the interior is. With the Android ആണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗമാണെങ്കിലും എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. സെറ്റാണ്. ടയർ കുറച്ച് കുറവാണ് ഈ വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾ ഡസ്റ്ററൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. There is no smoke in the car. Nowadays it is very cold in Delhi, so little smoke because of the weather. Okay. Otherwise, if the car is giving smoke, take it as a gift from me. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാനും ഇപ്പോൾ കണ്ടിട്ടുണ്ട് ചില വണ്ടികളൊക്കെ നല്ല പുക വരുന്നത്. അതിപ്പോൾ ഈ ഒരു തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് നല്ല പുക ഉണ്ടാവും. അത് നോർമലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട് വണ്ടിയുടെ മുകളിൽ. അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൂടുതലായിട്ട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യം വരുന്നില്ല.
ചില വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് കവർ ചെയ്യേണ്ടി വരും, ഫ്ലോർ മാറ്റ് ചെയ്യേണ്ടി വരും, എല്ലാ വർക്കുകളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും അങ്ങനത്തെ വർക്ക് എക്സ്ട്രാ നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോഡി വൈസ് ആണെങ്കിലും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി പറയാം. അപ്പോൾ 15 മോഡലാണ്. 15 മോഡലിലുള്ള ഒരു ഡസ്റ്റർ എക്സൽ 2015 RXL Plus. RXL Plus. 2015. Price of this car is, this is a second owner car. Yeah. Price of this car is 349. 349. I have one more car that is first owner. Same color. Everything is same. Then That is 339. okay. Everything depends on quality. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചില ആളുകൾക്ക് OLX-ൽ കണ്ടിട്ട് അതിലും റേറ്റ് കുറവിൽ വണ്ടി ഡൽഹി മാർക്കറ്റിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ OLX-ൽ അതിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. അത് പോയ ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളല്ലാതെ OLX അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വാക്ക് മാറ്റി പറയുന്ന ഒരു രീതി ഇവിടെ പൊതുവേ ഞാൻ കാണാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാം, ഒരു വാക്ക് മാറ്റി പറയും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഞാൻ ഈ OLX-ൽ കണ്ട ആഡും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട ആഡിന് പുറകെ പോയൊരു അനുഭവങ്ങളുണ്ട്. ഒരു 3-4 കേസൊക്കെ ഞാനും ആദ്യ കാലഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നേരിട്ട് കണ്ട സംഭവം മനസ്സിലായി തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കുന്നവരോട് ദയവ് ചെയ്തിട്ട് OLX-ഉം മാർക്കറ്റ് പ്ലേസിനെ പുറകെ പോകാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ അത് പോകില്ല. അത് കുറേ സംഭവങ്ങളുണ്ട് അതിനകത്തൊക്കെ വരുന്നത്. There is one more thing I would like to add. Though I did not understand what you said, but still there is a difference in purchasing from OLX or purchasing from a brand like HM Cars. The difference is, suppose you are purchasing the car from some owner. He will sign the papers and give it to you. He will not take the guarantee of papers. He will not take the responsibility of papers. And once you go back to Kerala after purchasing the car, if the NOC do not come, they will not pick up phone. They will not pick up phone. It is our complete responsibility to provide you the NOC and complete responsibility of the paperwork as well. There is any FIR, any challan, anything on the car, we are responsible. We are a face here which you can talk to. അത് ചലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് MVD ചലാനാണെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി പേ ചെയ്യാം. പിന്നെ അതിനകത്ത് അടയ്ക്കാത്ത കേസ് നേരെ വെർച്വൽ കോർട്ടിലേക്ക് പോകും. വെർച്വൽ കോർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യാം, പക്ഷേ അത് സൈറ്റിൽ അപ്ഡേറ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഈ വെർച്വൽ കോർട്ടിലും പേ ചെയ്യാത്ത കേസാണെങ്കിൽ സ്റ്റേറ്റ് കോർട്ടിലേക്ക് പോകും. ഈ സ്റ്റേറ്റ് കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അത് പേ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഡൽഹിയിലുള്ള വണ്ടി ചിലപ്പം ഹിമാചലിൽ പോയിട്ട് അവിടുന്ന് ഫൈൻ കിട്ടിയ കേസാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് കോടതിയിൽ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. NOC ചിലപ്പം എടുത്തേക്കാം, ചില സമയത്ത് ചിലപ്പം ഈ സ്റ്റേറ്റ് കോടതിയിലുള്ള വണ്ടിയാണെങ്കിലും NOC ചിലപ്പോൾ ഇഷ്യൂ ആവാറുണ്ട്. പക്ഷേ NOC ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ സാധനം പൊന്തി വരും. രജിസ്റ്റർ ചെയ്യാൻ എന്തായാലും കഴിയില്ല. പിന്നെ അത് ഫൈൻ അടയ്ക്കാനായിട്ട് കോടതിയിൽ പോകേണ്ടി വരും. ആരാണോ ആ ഒരു വയലേറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അയാൾ നേരിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. വെള്ളമടിച്ച് പിടിച്ച കേസ്, അങ്ങനെ വണ്ടി ഓടിച്ച കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ അയാളൊക്കെ തപ്പിപ്പിടിച്ച് അയാളൊക്കെ കൊണ്ടുപോയിട്ട് ഫീസ് അടച്ച് ക്ലിയർ ആക്കിയ കേസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഡോക്യുമെൻ്റ് വൈസ് ഒക്കെ വരാറുണ്ട്. ഞാനിപ്പോൾ ഇയാളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയല്ല, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. Okay, then next we are moving to another Delhi registration Duster. Yes, 2016 model. 16 model. This is the only car which is above 350, which I told you at the starting of the video. Yes, okay. 16 model. This is Explore model. This is not RXL, RXE, RXZ. This is a Explore model. Explore Adventure. If you look at the front, there is a different shape. And there are stickers on the back. This is a top model. അപ്പോൾ ഇത് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ള എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് എനിക്കിപ്പോഴാണ് ശരിക്കും കിട്ടിയത്, എക്സ്പ്ലോർ. ചില ആളുകൾ ഈ മിലിറ്ററി കളറിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പച്ച കളർ വണ്ടിയൊക്കെ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. എഞ്ചിൻ റൂമും അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ കണ്ടീഷൻ. യെസ്, നല്ല സൈലന്റ് വണ്ടി കേട്ടത്. Nothing, totally nothing. യെസ്, ഓൾ റൗണ്ട് നോക്കുകയാണെങ്കിലും കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല വണ്ടിയുടെ മുകളിൽ. ഒന്നുമില്ല, നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലെ ടൈലെല്ലാം ഒന്ന് പൊട്ടി കിടക്കാട്ടോ. Look at the alloys, look at the interior of the car. It's altogether a different thing. ഇന്റീരിയർ ഭാഗം ടയേഴ്സും ഉണ്ട്, ഒരു 85% ടയേഴ്സ് നമുക്ക് പറയാം. ഇതിനകത്ത് മീറ്ററിൽ 51,000 കിലോമീറ്ററാണ് കിടക്കുന്നത്. 51,000 ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ ഒന്ന് മാറ്റി ചെയ്യേണ്ടി വരും. യെസ്, തരക്കേടില്ലാത്ത ക്വാളിറ്റിയിലുള്ള
വണ്ടി 2016 model, 51,000 driven, Explore variant. Yes, top model. Top model. Then price? 3,99,000. 3,99,000. 3,99,000. ഒരു ടെസ്റ്റർ കൂടി ഇവിടെ ഉണ്ട്. ഇതും വേറൊരു കളറാട്ടോ, ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. സോറി, ഡസ്റ്റർ അല്ല, നിസാൻ ആട്ടോ. ലോഗോ കാണുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ലോഗോ അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ബമ്പർ, ഹെഡ് ലാമ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഐ തിങ്ക് ഇറ്റ്സ് 2014 മോഡൽ. 2014 model. Yes. First owner. Extraordinary car's condition. എഞ്ചിൻ റൂം, എഞ്ചിൻ റൂം ഒന്ന് കാണിക്കാം. The engine is not cleaned. Yeah, So okay. little bit dust is there. Engine is not cleaned. ഓക്കെ, മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ ഹെഡ് ലാമ്പിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ക്രാക്ക് കാര്യങ്ങളുണ്ട്, അല്ലാതെ വേറെ ഉള്ളോട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2014 മോഡൽ നിസാൻ ടെറാനോ. First owner. കോൺസോ വേരിയൻ, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് XV. This is ബിലോ XV. ഓക്കെ, ഇപ്പോൾ ടോപ്പ് എൻഡ് മോഡൽ അല്ല, അതിന് തൊട്ട് താഴെ വരുന്ന മോഡൽ. This is a middle model. All power windows. അപ്പം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ മുകളിൽ. Then how much price for this one? 2014 model. First owner price is 299. 299. അപ്പോൾ 2,99,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇവിടുത്തെ റേറ്റ് ആയിട്ട് വരുന്നത്. ഏതായാലും 14 മോഡലിലുള്ള ഒരു ടെറാനോ ആണ്. കുഴപ്പമില്ല, ബോഡി വൈസ് ഒന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട്. നമുക്കവിടെ റോഡ് സൈഡിലാണ് വണ്ടി ബാക്കിയുള്ളത് നിർത്തിയിട്ടുള്ളത്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. 2015 model. 2015 model, again top model. യെസ്, 15 മോഡലാണ്, ടോപ്പ് മോഡൽ തന്നെയാണ്. Yeah, look at the engine condition. No leakage, nothing. അപ്പോൾ ഞങ്ങളെന്തായാലും ഇത് റോഡ് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു പോവാണ്. ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. 15 മോഡൽ XV 85 PS. എന്നാ പ്രൈസ്? 3,39,000. 3,39,000 കേട്ടോ. XV ആണ്, ഡൽഹി രജിസ്ട്രേഷൻ ആണ്. Right. തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി എന്തായാലും ബോഡി വൈസ് ഉണ്ട്. നല്ല വണ്ടിയാണ്. ഓൾ റൗണ്ട് നൗഫിൽ ഒന്ന് സ്പീഡിൽ. Look at the interior as well. If you just focus on the interior. Not open, but just like that. ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കും. ഇനിയിപ്പോൾ ഡെലിവറി എടുക്കുന്ന സമയത്താണെങ്കിലും അത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു ചെറിയൊരു എക്സെൻറ്റ് അവിടെ ഉണ്ട്. ഒരു ഡൽഹി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഹിമാൻഷ് ബ്രോ, 14 മോഡൽ. This is 14 model Accent. Hyundai Accent. Diesel. ഓക്കെ, എക്സെൻറ്റ് ആണ്, ഡീസൽ വണ്ടിയാണ്. Super engine condition. Super. ഓക്കെ, जबरदस्त engine condition. मजा आ जाए. എക്സെൻറ്റ് ഡീസലൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ നോക്കാം. Very good luxurious car, sedan. Price 2014 model 2,19,000. 219. 2,19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സെൻറ്റ് ഇതാ ഡൽഹിയിൽ നിന്ന് HM Cars എടുക്കാൻ പറ്റും. Catalog price is 250. You need to show us the screenshot of this video, otherwise price is higher. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീണ്ടും ഒരു 2015 model, extraordinary condition. ഡസ്റ്റർ ആണ് കേട്ടോ. ഇത്തവണ ഡസ്റ്റർ ആണ്, ഒരു കോഫി ബ്രൗൺ കളറാണ്. Look at the engine. എൻജിൻ റൂമൊക്കെ കുഴപ്പമില്ല. Zabardast engine. Super engine condition. അപ്പോൾ ഞാൻ ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഞാൻ ഒറ്റ നോട്ടത്തിൽ ഈ ആപ്രോൺ ഭാഗത്തേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് എൻജിൻ കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പാടില്ല. വണ്ടി ചെക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ മുക്കും 2015 model, first owner, extraordinary condition. Take it as a gift from HM Cars in 3,19,000. I think it's free of course. In 3,19,000. 3,19,000. 2015 model ഉള്ള RXL. Spotless interior, not even a wear and tear in interior. Okay, 85 PS also. 85 PS. അപ്പോൾ ഇനി കുറച്ച് വണ്ടികൾ അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. വീണ്ടും ഒരു ഡസ്റ്റർ തന്നെ, നമ്മൾ കാണിക്കാത്ത കളർ, റെഡ് കളർ, ഡൽഹി രജിസ്ട്രേഷൻ. First owner 2015 model. Zabardast car condition. Extraordinary condition. मजा आ जाए ऐसी कार की कंडीशन है. Engine will be like a brand new car. ബോഡി കാര്യങ്ങൾ നോക്കണ്ട. Take it in 3,29,000. 2015 model. 15 മോഡൽ 3,29,000. 3,29,000. വണ്ടി ഓൾമോസ്റ്റ് ഓൾറൗണ്ട് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ടയേഴ്സ് കുറച്ച് കുറവാണ്, പക്ഷേ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. റെഡ് കളർ ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. RXL പ്ലസ് ആണ് വരുന്നത്, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3,29,000. 2014 ഐ തിങ്ക് 15 മോഡലുള്ള വണ്ടിയാട്ടത്. ഒരു ഗ്രേ കളറിലുള്ള ഡസ്റ്ററാണ് നമ്മുടെ അടുത്ത വാഹനം. സോറി,
ടെറാനോ. സൈഡ് നോക്കുമ്പോൾ എങ്ങനെയത് മനസ്സിലാവുക, ടയറിന് മുകളിലേക്ക് ഞാൻ നോക്കിയില്ലായിരുന്നു. കൊൻസ മോഡൽ 2014 model. There is no difference in Duster and Terrano. Exactly the same cars. Only difference is of the logo. Yes, Engine logo is and same. this grill. Engine is same. Interior is same. Everything is same. ഓക്കെ, അപ്പം 14 മോഡലിലുള്ള ഒരു നിസാൻ്റെ ടെറാനാണ്. 85 PS ആണ് വരുന്നത്. Then what about the other things? Any accident? No, 100% non-accidental. Super engine condition guaranteed. And if you come from that side, ബോഡി വൈസ് look at the interior as well. Tan interior. തുറന്നിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടീൻ്റെ മുകളിൽ. Look at the tan interior. How beautiful the interior is. There is no wear and tear in the interior. നല്ല ക്ലീൻ ആട്ടോ. 2014 model. ബോഡി വൈസ് ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയേഴ്സ് ഒരു 70% ടയേഴ്സ് ഉണ്ട്. ഒറിജിനൽ തന്നെയാണ്. മേജർ ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല. എന്തായാലും ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഈ കിടക്കുന്നത്. ദെൻ പ്രൈസ് 2,69,000. 2,69,000. 14 model. Extraordinary condition guaranteed. I'm sorry viewers, there is a little bit of noise here because it's a main road. We are located on the main road, so please accept our apologies for the inconvenience. അപ്പോൾ എന്തായാലും 2,69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 നിസാൻ ടെറാനോ അതാ HM കാഴ്ച എടുക്കാൻ പറ്റും. 2011 model petrol. Only one vehicle which is petrol, all other were diesel. 2011 model. 11 മോഡലുള്ള പെട്രോളുള്ള ഒരു ഐട്ടൺ ആണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ എത്രത്തോളം പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കാര്യം അറിയില്ല. എല്ലാ കാര്യങ്ങളും take it as a gift from HM Cars in 1,19,000. First owner. 1,19,000. First owner 2011 model 1,19,000. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റബിൾ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉപയോഗിക്കാനാണെങ്കിലും എനിക്ക് പ്രശ്നമാണ്. 15 കൊല്ലം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും HM കാഴ്ചയിലെ ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കുറച്ച് ടൈം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം വണ്ടികളുണ്ട്. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ഡസ്റ്ററും ടെറാനോയും ഈ ഒരു HM കാഴ്ചയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വൺ ടൈം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും വണ്ടികൾ. ഇപ്പോൾ ഈ ഒരു വണ്ടി പറ്റിയില്ലെങ്കിൽ അടുത്ത വണ്ടി അതല്ലെങ്കിൽ മറ്റൊരു വണ്ടി ഇതുണ്ട്. അപ്പോൾ ചില ഷോറൂംസിലൊക്കെ പോയി നമ്മൾ കുറേ യാത്ര ചെയ്തേക്കും ഏതെങ്കിലും ഒരു ഷോറൂമിലൊക്കെ പോകും. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വണ്ടിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഡൽഹിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വണ്ടി പോയി നോക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പം ഡസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കുക. നിങ്ങൾക്ക് പറ്റിയാൽ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുക. എനിത്തിങ് എൽസ്? NOC is available. Yeah. Transportation cost to Kerala is approximately 19,000 to 20,000 rupees for all the cars. It's the same. NOC is available. I have already informed you. Apart from this, we take complete responsibility of engine non-accidental paperwork. You can trust us. If someone wants to trust us blindly, he can do that as well. But it is always better to come and see the car. Yeah. Because that is always good. That is always good. So this is the only thing I want to say. Then we can wind up. Yes. Thank you very much. Namaskaram viewers one more time. Thank you. അപ്പോൾ ഏതായാലും കോൺടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് അത് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക. വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എത്രയാണെങ്കിലും നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.